മഴ വാർത്തകളിലേക്കാണ്. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. നൂറുകണക്കിന് വീടുകളാണ് വെള്ളത്തിനടിയിലായത്. അതിനിടെ മണർകാട് ഒരു വീട്ടിലെ വാട്ടർ ടാങ്ക് ഒഴുകിപ്പോകുന്നത് പിടിക്കാനിറങ്ങിയ യുവാവിനെ കാണാതായി. വെള്ളം ഉയർന്നതോടെ ഒഴുകിപ്പോയ വാട്ടർ ടാങ്ക് പിടിക്കാനിറങ്ങിയ ശരണിനെയാണ് കാണാതായത്. മാണികുതിൽ നിന്ന് അജിത് ബാബു ഇപ്പോൾ ചേരുന്നുണ്ട്. അജിത്ത്, കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖല ഏതാണ്ട് പൂർണ്ണമായി വെള്ളക്കെട്ടിൽ പെട്ടിരിക്കുന്നു എന്നുള്ളതാണല്ലോ അവസ്ഥ. വെള്ളം ഇറങ്ങുന്നില്ല. മഴ തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ദിവസങ്ങൾ ആ വെള്ളക്കെട്ട് നിൽക്കാനുള്ള സാധ്യതയും ഇപ്പോൾ പറയുന്നു. എന്താണ് അവസ്ഥ? ഹർഷൻ, ആകെ ആശ്വാസം മഴ ഇന്നലെ രാത്രി മുതൽ മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ പ്രതീക്ഷ വൈകുന്നേരത്തോടു കൂടിയൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങും എന്നുള്ളതാണ്. ഇന്നലത്തെ അവസ്ഥയിൽ നിന്ന് യാതൊരു മാറ്റവുമില്ല. ഇവിടുത്തെ വീടുകളാകെ മുഴുവൻ പ്രതിസന്ധിയിലാണ്. ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട പ്രദേശങ്ങളിൽ ഒന്നാണ് ഈ മാണിക്കുന്ന് ഉൾപ്പെടെയുള്ള മേഖലകൾ. എല്ലാ വർഷവും ഇവിടെ വെള്ളമൊക്കെ കയറാറുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ച് 2018 ശേഷം ഇത്രയധികം പ്രതിസന്ധി നേരിട്ട മറ്റൊരു വർഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ വീട് ഉൾപ്പെടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. അതിൽ കട്ടിലിൻ്റെ മുകളിൽ എടുത്തു വെച്ചിട്ടാണ് പോയത്. പക്ഷേ കട്ടിലിൻ്റെ മുകളിലും വെള്ളം കയറിയിരിക്കുന്നു. പിന്നെ ചില കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഈ വീട്ടുകാർ ഇപ്പോൾ ഇവിടുന്ന് ബന്ധു വീട്ടുകളിലേക്ക് മാറുന്നതാണ്. പക്ഷേ ഇവിടുത്തെ നമ്മുടെ നായയുടെ വളർത്തുന്ന കൂട്ടിലൊരു നായുണ്ട്. അത് വയ്യാതെ തളർന്ന് കിടക്കുകയാണ്. അവിടുന്ന് അനങ്ങുന്ന പോലും ഇല്ല. കാരണം വീടുകളിൽ നിന്നൊക്കെ പോകുമ്പോൾ ഇത്തരത്തിൽ ഈ നായ്ക്കളെ ഒക്കെ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ തുറന്നു വിടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാതിരിക്കും എന്നുള്ളതൊരു കാര്യം കൂടിയാണ്. ഏതാണെങ്കിലും ഇവിടെ വെള്ളക്കെട്ട് വളരെ പ്രതിസന്ധി നിറഞ്ഞ അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇത്തരത്തിൽ ആ കാഴ്ചകൾ വലിയ വേദനിപ്പിക്കുന്നതാണ്. ഇന്നലെയൊക്കെ നമ്മളിവിടെ വന്നപ്പോൾ വെള്ളക്കെട്ടിന് യാതൊരു മാറ്റവുമില്ല. ആ പ്രതിസന്ധി അതേപടി തന്നെ തുടരുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞങ്ങളുടെ വേളൂരാണ് സ്ഥലം. വെള്ളത്താൽ ചുറ്റപ്പെട്ട ഊര് എന്നാണ് ഈ സ്ഥലത്തിന് പറയുക. പക്ഷേ ഇത്രയും കാലത്തിനിടയിൽ എനിക്കൊന്ന് 2018 പ്രളയത്തേക്കാൾ കൂടുതൽ വെള്ളം ഈ വർഷം കയറുന്ന സ്ഥിതിയുണ്ട്. ഞാനിവിടുത്തെ CPM ലോക്കൽ സെക്രട്ടറിയാണ്. നമ്മുടെ ഇവിടുത്തെ ഒരു ജനവിഭാഗത്തിൽ 80% ആൾക്കാർ ഈ നാട് വിട്ട് മറ്റുള്ള കര തേടി പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇപ്പം കാരാപ്പുറ സ്കൂളിൽ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട്. അവിടെ 103 പേര് ഇപ്പോൾ അവിടെയുണ്ട്. പക്ഷേ അതിൽ ഉപരി ഒരുപാട് ജനങ്ങൾ ബന്ധുക്ക വീട്ടിലും മറ്റുള്ള വീട്ടിലും പോകുന്ന സ്ഥിതിയുണ്ട്. ഒരുപാട് നാശനഷ്ടങ്ങൾ നിങ്ങൾക്കിത് ദൃശ്യങ്ങൾ കാണാൻ പറ്റും. വിവിധ ഇനം കടകളിലും വീടുകളിലുമെല്ലാം വളരെയേറെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതാണ് ഹർഷന, ഈ പ്രദേശത്തെ അറിയുന്ന ആളുകളും ഇവിടുത്തെ ആളുകളും ഒക്കെ പറയുന്നത് ഇതാണ്. 2018 അതിന് മുകളിലോ നിൽക്കുന്ന രീതിയിലേക്കുള്ള വെള്ളം ഒഴുക്കാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല വെള്ളക്കെട്ടെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. വെള്ളം ഒഴുകുകയാണ്. അതായത് റോഡിലൂടെ വെള്ളം സമാനമായ ഒരു തോട് പോലെ ഒഴുകിപ്പോകുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ നിന്ന് ആകെ കാണാൻ കഴിയുന്നത്. ഈ മാണിക്കുന്ന് പ്രദേശത്ത്, വേളൂർ പ്രദേശത്ത്, അതുപോലെ തന്നെ ഇല്ലിക്കൽ പ്രദേശത്ത് ഉൾപ്പെടെ താഴത്തങ്ങാടി ഉൾപ്പെടെയുള്ള മേഖലകളിലെല്ലാം ആകെ വലിയ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യമാണുള്ളത്. അവിടുത്തെ വീടുകളിലെ മുഴുവൻ മനുഷ്യരും ഇപ്പോൾ തന്നെ ഈ ബന്ധു വീടുകളിലേക്ക്, കൂടുതലും ആളുകളും ബന്ധു വീടുകളിലേക്കാണ് മാറിയത്. ഇവിടെ നിന്ന് പല വീടുകളിൽ നിന്നുമൊക്കെ ഇന്നലെ വള്ളത്തിൽ പോയാണ് പ്രായമായ ആളുകളേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത്. ഈ വെള്ളക്കെട്ട് അങ്ങേയറ്റം വരെ നമുക്ക് നടന്നാൽ തീരാത്തത്രയും അറ്റം വരെ നീണ്ടു കിടക്കുകയാണ്. അതിൽ പല സ്ഥലത്തേക്കും ചെല്ലുമ്പോൾ നമ്മുടെ അരക്ക് ഒപ്പം വെള്ളം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. നടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. മനുഷ്യരൊക്കെ വലിയ പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധി തുടരുകയാണ്. അതോടൊപ്പം തന്നെ ജില്ലയുടെ പൊതുവായ സാഹചര്യം പരിഗണിച്ചാൽ മണിമല ആറ്റിലെയും അതുപോലെ തന്നെ മീനച്ചിൽ ആറ്റിലെയും ജലനിരപ്പ് അപകട നിലയ്ക്ക് താഴെയായി എന്നുള്ളത് ആശ്വാസമാണ്. പാലായിലെ വെള്ളക്കെട്ട് കുറഞ്ഞിട്ടുണ്ട്. കൊട്ടാരമട്ടം ബസ് സ്റ്റാൻഡിൽ ഉൾപ്പെടെ വെള്ളമുണ്ടെങ്കിലും പൊതുവായി പാലായിലെ വെള്ളക്കെട്ട് കുറയുന്ന പശ്ചാത്തലം ഉണ്ടായി. അവിടെയും വീടുകളിൽ പ്രതിസന്ധിയുണ്ട്. പക്ഷേ എന്നാലും സാഹചര്യങ്ങളിൽ മാറ്റമുണ്ട്. ഈ ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ ഉൾപ്പെടെ മഴ മാറി നിൽക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രതിഫലനം, ഈ മീനച്ചിലാറ്റിൽ ഉൾപ്പെടെ വെള്ളം കുറഞ്ഞത്, അത്തരത്തിൽ പ്രതിഫലനം ഇങ്ങോട്ടേക്ക് എത്താൻ, പടിഞ്ഞാറൻ മേഖലയിലേക്ക് അത് എത്താൻ കുറച്ച് സമയമെടുക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത്തരത്തിലുള്ളൊരു ആശ്വാസം ഉണ്ടാകുമെന്നുള്ളതാണ് ഈ നാട്ടുകാരുടെയൊക്കെ പ്രതീക്ഷ. അതോടൊപ്പം തന്നെ നേരത്തെ ഹർഷ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ മണർകാട് ഈ കാണാതായിട്ടുള്ള യുവാവിന് വേണ്ടിയിട്ടുള്ള, ശരണിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ വാട്ടർ ടാങ്ക് ഇത്തരത്തിൽ ഒഴുകിപ്പോകുന്ന പശ്ചാത്തലം, അത് പിടിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഇത്തരത്തിൽ ഈ പാടത്തിൽ അപകടത്തിൽപ്പെട്ടത്. നന്നായി നീന്താൻ അറിയാവുന്ന ആൾ തന്നെയാണ്. പക്ഷേ ഈ പാടത്ത് ഈ പടവലത്തിനൊക്കെ ഇട്ടിരുന്ന പന്തലിൻ്റെ വള്ളികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുടുങ്ങിയതാണോ എന്നുൾപ്പെടെയുള്ള സംശയങ്ങളുണ്ട്. അതുകൊണ്ട് ഏതാണെങ്കിലും അതിൽ അന്വേഷണം തെരച്ചിൽ നടക്കുകയാണ്. ഈ അത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രതിസന്ധികൾ ഈ കാലത്ത് കോട്ടയത്ത് മഴക്കാലവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അത് ആ മനുഷ്യരുടെ ദുരിതം അത് അവസാനിക്കുന്നില്ല. പെയ്ത്ത് മാറിയാലും ദുരിതം അവസാനിക്കാത്ത ഒരു മേഖലയായി പടിഞ്ഞാറൻ മേഖല മാറിയിരിക്കുകയാണ്.